മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ ഞാൻ എല്ലാ ചാനലിലും കണ്ടത് പാലക്കാട്ടാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇയാൾക്കൊന്നൊരു ഉളുപ്പും വെച്ചില്ലേ? ഒരു MP ഒക്കെ ആയില്ലേ? ഒരു ജനപ്രതിനിധിയൊക്കെ ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് മാന്യമായിട്ട് സത്യസന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? പണം കൊടുത്തൊക്കെ സ്വാധീനിച്ചത് ശ്രമിച്ചത് അത് പാലക്കാട്ടാണ് എന്ന്. ഏത് പാലക്കാട്ടുണ്ട്? ഇതാരെ സ്വന്തം മണ്ഡലമായിട്ടുള്ള കാസർഗോഡ് മണ്ഡലത്തില് UDF സ്ഥാനാർത്ഥി കല്ലട്ര മാഹിരാജിയുടെ സഹോദരങ്ങളെ LDF പ്രവർത്തകർ തടഞ്ഞു വെച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തത്. സകല മാധ്യമങ്ങളിലും ഇതിന്റെ വാർത്ത വന്നിട്ടുണ്ട്. ഈ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് LDF പ്രവർത്തകര് തടഞ്ഞു വെച്ചതാ. എന്തേ ഉണ്ണിത്താൻ ഇതൊന്നും കണ്ടു കാണുന്നില്ലേ? സ്വന്തക്കാരെ കാണുന്നേ ഇല്ല അല്ലേ? പിന്നെ ശോഭാ സുരേന്ദ്രൻ അവരെന്താണ് ചെയ്തത് എന്നൊക്കെ കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ പാലക്കാട്ടെ ജനത ഹൃദയത്തിൽ സ്വീകരിച്ചത് കണ്ട് വിറളി പിടിച്ച് പല കേസുമുള്ള UDF ഒരു ഗിമ്മിക്ക് കാട്ടി കള്ളം വീഡിയോയും ഇറക്കിയിട്ട് ഒരുപാട് കട്ടിംഗ് ഒക്കെയുള്ള ആ വീഡിയോ കണ്ടാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കൂലേ അത് ശോഭാ സുരേന്ദ്രനെതിരെ കെട്ടിച്ചവച്ചതാണ് എന്ന്. എന്നിട്ട് പറയും പാലക്കാട് പണം കൊടുത്ത് സ്വാധീനിക്കാൻ സ്വന്തം മൂക്കിൻ തുമ്പത്ത് UDF സ്ഥാനാർത്ഥിയുടെ സഹോദരങ്ങളെ പണവുമായിട്ട് ഫോട്ടോ എടുത്ത് അവിടെ LDF പ്രവർത്തകർ തടഞ്ഞു വെച്ചത് ഉണ്ണിത്താൻ കാണുന്നേ ഇല്ല. ഒരു ഉളുപ്പ് ഇപ്പയും ഈ ഉണ്ണിത്താനൊന്നും വെച്ചിട്ടില്ലേ? നിങ്ങൾ അടുത്തൊന്നും ഇട്ടു. പിന്നെ നമ്മൾ പറയത്തില്ലേ, അരി തിന്നതും പോരാ കടിച്ചതും പോരാ പിന്നെ നായിക്കാണ് മുറിവുറുപ്പെന്ന് പറഞ്ഞ കണക്ക് അവര് പിന്നെ എന്തെല്ലാമോ പുലമ്പുന്ന കണ്ടു. നിങ്ങൾ കേട്ടില്ല? അരി തിന്നതും പോരാ അടിച്ചതും പോരാ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്. പിന്നെ നായിക്കാം മുറുമുറുപ്പ് എന്തോ പുലുമ്പുന്നോ. ശോഭാ സുരേന്ദ്രനെ കുറിച്ചായി പറയുന്നത് എന്തിനോടായി ഉപമിക്കുന്നത്? ആരാണ് ഇത് ഉപമിക്കുന്നത്? ഒരു MP അല്ലേ, ഒരു ജനപ്രതിനിധി ഒരു സ്ത്രീയെ എന്തിനോടാണ് ഈ ഉപമിച്ചത്? എത്ര തെറിയാണ് ഈ പറയുന്നത്? പിന്നെ ഈ മുറുമുറുപ്പ് നായിക്കാൻ ആരെ കുറിച്ചായി പറയുന്നത്? എത്ര നെറികേടാണ് ഈ വിളിച്ചു പറയുന്നത്? ഇത് മാത്രമാണോ? നിങ്ങൾ കേട്ടോക്കൂ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റുന്ന ഒരു ചൊല്ലുണ്ട്. അവര് ജനാധിപത്യ സമൂഹത്തിനൊരു അപമാനമാണ്. നിങ്ങൾ കേട്ടില്ല? പെണ്ണൊരുമ്പിട്ടാല് ജനാധിപത്യ സമൂഹത്തിന് തന്നെ ഇത് യഥാർത്ഥത്തിൽ പെണ്ണൊരുമ്പിട്ടലേക്ക് സ്ത്രീകളെ അല്ലേ ഒന്നടക്കമല്ലേ അപമാനിക്കുന്നത്? എന്ത് പെണ്ണൊരുമ്പിട്ടൽ? ഇത് ഇയാളൊക്കെ ഇങ്ങനെ ജനപ്രതിനിധി, ഇയാൾക്കൊക്കെ എങ്ങനെ വോട്ട് ചെയ്യാൻ തോന്നുന്നത് സാധാരണക്കാർക്ക്? ഈ കാസർകോട്ടെ ജനത എന്ത് നോക്കിയ ഇയാൾക്കൊക്കെ വോട്ട് ചെയ്യുന്നത്? എത്ര നെറികേടോ! സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കോ ഒരു വ്യക്തിയോ ആരെങ്കിലും തെറ്റ് എന്തെങ്കിലും ചെയ്തതായിട്ട് ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ പറയണ്ടേ സകല സ്ത്രീകളും ഇങ്ങനെയാണ് എന്നൊക്കെ. ഇത്ര നെറികേടാണ് അല്ല. ഇവിടെ വലിയ സംഘടനകളൊക്കെ ഉണ്ടല്ലോ സ്ത്രീകൾക്ക് വേണ്ടി, പല പല സംഘടനകൾ. കോൺഗ്രസിലുണ്ടല്ലോ സംഘടനകൾ. ഇവർക്കൊന്നും നാടല്ല ഇയാൾക്കെതിരെ ഒരു അക്ഷരം ഇണ്ടാതിരിക്കാൻ. ഇയാള് സ്ത്രീകളെ ഒന്നടക്കം അപമാനിച്ചതായി കേട്ടിട്ടുള്ളത്. ഇത് മാത്രമാണോ? ഇയാളടുത്ത് കേട്ടു സ്ത്രീ എന്തൊക്കെയാ പറഞ്ഞത് അവരുടെ മകന്റെ പ്രായമുള്ള കുട്ടികളെ കുറിച്ച്. ആ കുട്ടികൾക്ക് ഇത്തവണ ഈ സോഷ്യൽ മീഡിയയിൽ അവാർഡ് കൊടുക്കുന്ന ആ കുട്ടികൾക്ക് കൊടുക്കണം. എത്ര മനോഹരമായിട്ടാണ് കാലിൽ നിന്ന് ഇറങ്ങുന്നത്, പണം കൊടുക്കുന്നത്, തിരിച്ചു പോകുന്നത്. ഇവരാരാ കുട്ടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ? ഇവരാരാണ്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ആ കുട്ടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നത്? ഏത് കുട്ടികള്? സ്ത്രീകൾക്ക് നേരെ, സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് നേരെ പോലും തോന്നിയത് വിളിച്ചു പറയുന്നവൻ കുട്ടികളോ? നാണല്ലേ ഇയാക്കുന്നു? ഒരു ഉളുപ്പില്ല. എങ്ങനെ ഉണ്ടാവാനാ? സ്ത്രീകൾ ഒന്നടക്കം അപമാനിക്കുന്ന വാക്കുകളെല്ലാം നാവെടുത്താൽ ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തിനോടൊക്കെ അപമിക്കുന്നത്? അയാള് പിന്നെ ആ വീഡിയോ എടുത്ത ആളുകൾക്ക് അവാർഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തൊക്കെ ഇയാളൊക്കെ നമ്മുടെ നാടിന് തന്നെ അപമാനല്ലേ? ഒരു ശോഭാ സുരേന്ദ്രനോട് സാധാരണ കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രന്റെ നേരെയൊക്കെ ആര് വന്നാലും അവരെ വെറുതെ വിടൂല. ശോഭാ സുരേന്ദ്രൻ തൻ്റെ ഇടമുള്ള നട്ടലുള്ള കേരളത്തിലെ സകല സ്ത്രീകൾക്കും അഭിമാനമായിട്ടുള്ള സ്ത്രീയാ. അവരിറങ്ങൂ. സ്ത്രീക്ക് നേരെയൊക്കെ പറഞ്ഞാൽ അവരെ വെറുതെ വിടൂല. അതാ കണ്ടിട്ടുള്ളത്. അത് തന്നെയാ കേരളത്തില് ബോധമുള്ള സകല ജനതയും കൈയടിച്ചത്. പിന്നെ ഉണ്ണിത്താൻ പറയുന്നുണ്ടല്ലോ കാറിൽ നിന്ന് ഏത് കാറിൽ നിന്ന് ഇറങ്ങിയതാ ഉണ്ണിത്താനെ നീ കണ്ട്? ഏത് കാറിൽ നിന്ന് ഇറങ്ങിയതാ കണ്ടിട്ടുള്ളത്? കാറിൽ നിന്നിറങ്ങുന്ന ഒരു വീഡിയോ ആരും ഇറക്കിയില്ല. ആ സ്ത്രീ ഒരു വീട്ടിലേക്ക് കയറുന്നു, അത് മതിലിന്റെ ഇപ്പുറത്ത് നിന്ന്, അതൊരു ഭാഗം.
പിന്നീട് അടുത്ത ഷോട്ട് എടുക്കുന്നു മുഖത്തിന്റെ അടുത്തേക്ക്. അത് കഴിഞ്ഞ് നേരെ റോട്ടിൽ നടക്കുന്നു. 3-4 ഭാഗമായിട്ട് എടുത്തിട്ട് ഇതൊക്കെ കൂട്ടിയോജിപ്പിച്ച് പിന്നെ ശോഭാ സുരേന്ദ്രന്റെ അടുത്തേക്ക് ഈ പറയുന്ന ആളുകൾ എത്തുന്നു. എന്നിട്ട് ആക്രോശിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് പറയുന്നു ശോഭാ സുരേന്ദ്രൻ അത് ചെയ്തു, ശോഭാ സുരേന്ദ്രൻ ഇത്. എവിടെയാണ് ശോഭാ സുരേന്ദ്രൻ ക്യാഷ് കൊടുക്കുന്നത്? പണം കൊടുക്കുക ഒരു സ്ഥലത്തും ഇല്ല, ഒരു സ്ഥലത്ത് വീഡിയോയിലില്ല. പിന്നെ ഈ സ്ത്രീ, ഈ പറയപ്പെടുന്ന സ്ത്രീ ശോഭാ സുരേന്ദ്രനോട് സംസാരിക്കുന്നതോ, ശോഭാ സുരേന്ദ്രനുമായിട്ട് കൈ കൊടുത്തതിന് ശേഷം അവിടേക്ക് പോകുന്നതോ, ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് ആ സമയത്ത് നിന്നതോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ വീഡിയോയില്? ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഓരോ ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവര് പറയുന്നത് പോലെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സ്ത്രീ ആണെങ്കിൽ തിരിച്ച് കയറുമെങ്കിലും ആ വീഡിയോ എടുത്തുകൂടെ? ഏതെങ്കിലും BJP-ക്കാരെടുത്ത വീഡിയോ ഒന്നല്ലല്ലോ, കോൺഗ്രസ്സുകാർ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ അല്ലേ? തട്ടിപ്പ് ചെയ്യുമ്പേ ഈ പറയുന്നൊന്നും കിട്ടൂല. ഇതൊരു തിരക്കഥയാണ്. ആ തിരക്കഥ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, KC വേണുഗോപാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ സകലരും ഉറഞ്ഞു തുള്ളി ഇറങ്ങിയതാ. ഒന്നും നടക്കുന്നില്ല, ജനങ്ങൾ പുച്ഛിച്ച് തള്ളുക. അടുത്തത് കേട്ടു. പണവും കൊണ്ടുവന്ന അവരുടെ കാറിലാണ്. ആ പണം കൊണ്ടുവന്ന സ്ത്രീ സഞ്ചരിച്ച അവരുടെ കാറിലാണ്. ആ കാർ എന്തുകൊണ്ട് പോലീസ് കസ്റ്റഡി എടുത്തില്ല? പോലീസ് കസ്റ്റഡി എടുക്കണ്ടേ? കേസെടുക്കണ്ടേ? പോലീസ് കസ്റ്റഡിയിലൊക്കെ എടുക്കണമെങ്കിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിന് കൃത്യമായ തെളിവുകൾ കിട്ടണം. അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയോ? ഉണ്ണിത്താൻ അറസ്റ്റ് ചെയ്തൊരു കാലം ഓർമ്മയുണ്ടോ? 2009 മഞ്ചേരിയിൽ നടന്ന വിഷയം. അന്ന് ഉണ്ണിത്താൻ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഉണ്ണിത്താനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, പോലീസ് ജീപ്പിൽ ഇരുത്തിയിരുന്നു. അന്നത്തെ ഒരു വാർത്തയും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് വാർത്ത എന്നുള്ളത്? രാജ്മോഹൻ ഉണ്ണിത്താൻ അനാശാസ്യത്തിന് പിടിയിൽ. അന്ന് ഇതൊക്കെ വലിയ കേസും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാലം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിൽ പ്രശ്നമില്ലെങ്കിൽ അതിലൊരു നിയമവിരുദ്ധതയും ഇല്ല. എന്നാൽ 2009 ആ സമയത്ത് ഇത് നിയമവിരുദ്ധമായിരുന്നു. അന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ തന്നെ പോലീസ് ചെയ്തിട്ടില്ലേ? അന്ന് ഉണ്ണിത്താൻ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ തെളിവുണ്ടെങ്കിലേ എടുക്കൂ എന്ന് അന്ന് തെളിവ് സഹിതം അറസ്റ്റ് ചെയ്തത് ഓർമ്മയില്ലേ? കസ്റ്റഡിയിൽ എടുത്തത് ഓർമ്മയില്ലേ? എന്നിട്ട് ഈ 2026 അതൊന്നും പഠിച്ചിട്ടില്ലേ? ജനാധിപത്യത്തിന് അപമാനമാണ്, ജനാധിപത്യ സമൂഹത്തിന് അപമാനമാണ് എന്നൊക്കെയാ ശോഭാ സുരേന്ദ്രനെതിരെ പറയുന്നത്. ആരാണ് ജനാധിപത്യ സമൂഹത്തിന് അപമാനം എന്നൊന്നും പറയിപ്പിക്കരുത്. അന്നായിരുന്നു നിയമവിരുദ്ധം, നിയമത്തിനെതിരെയായിരുന്നു അന്ന് ചെയ്തത്. ഇന്നിപ്പോ അതെടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലാത്തത് കൊണ്ട് ഇന്ന് അതെടുത്ത് പറയുന്നില്ല. എന്നാലും കസ്റ്റഡിയിലൊക്കെ പോലീസ് എടുക്കണമെങ്കിൽ അതിന് തെളിവ് വേണം. അന്ന് നല്ല തെളിവുണ്ടായത് കൊണ്ടാണ് ഉണ്ണിത്താനെ അന്ന് കസ്റ്റഡിയിൽ എടുത്തത്. ഇന്ന് ഈ പറയുന്ന വിഷയത്തില് ഒരു തെളിവില്ല, ആരോപണം മാത്രം. ഏത് ആരോപണോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാഫി പറമ്പിൽ, KC വേണുഗോപാല്, കോൺഗ്രസിന്റെ അവിടെയുള്ള ഈ പറയുന്ന അവാർഡ് കൊടുക്കണം എന്ന് പറയുന്ന ചെക്കൻ ഉൾപ്പെടെ ആളുകളുടെ ഒരു തിരക്കഥ. അത് തിരക്കഥയാണ്. അത് പോലീസ് തെളിവായിട്ടൊന്നും എടുക്കൂല. ആ വീഡിയോ കണ്ടാൽ ഒരു കോടതി അത് അംഗീകരിക്കില്ല, എടുത്ത് ആറ്റിലെറിയും. കുറെ കട്ടൊക്കെ ഉള്ള വീഡിയോയിൽ. അപ്പൊ തെളിവുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കൂ എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വന്തം അനുഭവത്തിൽ നിന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഉണ്ണിത്താനൊക്കെ ഈ ജനാധിപത്യ ബോധത്തെ കുറിച്ച്, പൊതുസമൂഹത്തിന്റെ ജനാധിപത്യം എന്നൊക്കെ പറയാൻ എന്തെങ്കിലും അർഹത സ്ത്രീകൾക്കെതിരെ, അതേപോലെ ശോഭാ സുരേന്ദ്രനെ അങ്ങേറ്റം വ്യക്തിഹത്യ ചെയ്യുന്ന ഈ പറയുന്ന ഉണ്ണിത്താനൊക്കെ ഇതൊക്കെ പഠിപ്പിക്കാനും പറയാനൊക്കെ എന്തെങ്കിലും അർഹത ഉണ്ടോ?